എല്ലാ ചേർച്ചയും നോക്കിയുള്ള കുടുംബങ്ങളുടെ പൊരുത്തമെല്ലാം നോക്കിയിട്ടുള്ള വിവാഹമായിരുന്നു. 2 കുട്ടികളുമുണ്ട്. പക്ഷേ ഇപ്പോൾ ഭർത്താവും ഭാര്യയും തീരുമാനിക്കുന്നു, നമ്മൾ തമ്മിൽ ചേരില്ല, നമുക്ക് ഒരുമിച്ച് പോകാൻ സാധിക്കത്തില്ല, അതുകൊണ്ട് ഡൈവേഴ്സ് ആകാം. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിവാഹമോചനം, ഡൈവേഴ്സ് ഉള്ള സംസ്ഥാനം നമ്മുടെ കേരളമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? പലപ്പോഴും പണ്ട് കാലത്തൊക്കെ ഒരു കുടുംബം എന്ന് പറയുന്നത് 8, 10, 15 പേര് ഒരുമിച്ചുള്ള കൂട്ടുകുടുംബമായിരുന്നു. പലപ്പോഴും ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ചില അസ്വാരസ്യങ്ങളൊക്കെ മറ്റു കുടുംബത്തിലെ ആൾക്കാർ ഇടപെട്ട് അതങ്ങ് സോൾവ് ചെയ്ത് മുന്നോട്ട് പോകും. എന്നാൽ ഇപ്പോഴാണെങ്കിലോ ന്യൂക്ലിയർ കുടുംബം, ആ ഹസ്ബൻഡും വൈഫും 2 കുട്ടികളും മാത്രമുള്ള കുടുംബമാണ്. ഭർത്താവിനും ജോലിയുണ്ട്, ഭാര്യയ്ക്കും ജോലിയുണ്ട്. പലപ്പോഴും കുടുംബത്തിനകത്ത് അവർ തമ്മിലുണ്ടാകുന്ന ചെറിയ ചെറിയ താളപ്പിഴകൾ മാറ്റുന്നതിന് പലപ്പോഴും സാധിക്കുന്നില്ല. പരസ്പരമുള്ള ഈഗോസ്, തമ്മിലുള്ള പല ക്ലാഷുകളും സോൾവ് ചെയ്യപ്പെടാതെ കിടക്കുകയും ഇത് ക്രമേണ വളർന്ന് വിവാഹമോചനം എന്നൊരവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുന്നു. പലപ്പോഴും പണ്ട് കാലത്തൊക്കെ കുടുംബ ബന്ധങ്ങളെ ഇണക്കി ചേർത്തിരുന്നത് ബന്ധുക്കൾ, അടുത്ത പ്രിയപ്പെട്ടവരായിരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുടുംബ ബന്ധങ്ങൾ എന്തെങ്കിലും താളപ്പുഴയുണ്ടെങ്കിൽ എന്നാലിങ്ങ് പോരെ മോനെ, അവരുടെ കൂടെ കഴിയണ്ട, ഇല്ലെങ്കിൽ നീ എന്തിനാ അവന്റെ കൂടെ ഇങ്ങനെ ആട്ടും തുപ്പോ അല്ലെങ്കിൽ ഇടിയും തൊഴിയും കൊണ്ട് കിടക്കുന്നത്, നീ ഇങ്ങ് പോരെ എന്ന് പറയുന്ന മാതാപിതാക്കളുള്ള ഒരു അവസ്ഥയാണ്. ഈ ഒരു സാഹചര്യത്തിൽ പലപ്പോഴും ഇണക്കത്തേക്കാൾ കൂടുതൽ വേർപിരികൾ കൂടി വരുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട്. എന്നാൽ ഇതിനകത്തുള്ള ഒരു പ്രോബ്ലം, പലപ്പോഴും ഇത്തരത്തിലുള്ള ഈഗോ ക്ലാഷുകൾ സോൾവ് ചെയ്യപ്പെടാത്തതാണ് ഏറ്റവും കൂടുതൽ ഈ ഡൈവേഴ്സുകളുടെ പ്രധാനപ്പെട്ട കാരണം. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്താണെന്നറിയോ? ഡൈവേഴ്സ് ഒക്കെ ചെയ്ത് അതിനുശേഷം മറ്റൊരു ഭർത്താവിനെയോ ഭാര്യയെയോ സ്വീകരിക്കുന്ന ആൾക്കാര് 2ാം വിവാഹത്തിൽ വളരെയേറെ ഇണക്കത്തോടു കൂടി പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ അവർ ശ്രമിക്കുന്നുണ്ട്. കാരണം എന്താണ്? ഒരു തവണ വിവാഹമോചനം സംഭവിച്ചാണ്, ഇനി അങ്ങനെ സംഭവിക്കാതിരിക്കാൻ അവർ ശ്രമിക്കും. എന്നാൽ ഈ ഒരു കാര്യം എന്തുകൊണ്ട് അവർ ആദ്യത്തെ വിവാഹത്തിൽ കാണിക്കുന്നില്ല? എങ്കിൽ ഈ വിവാഹമോചനം സംഭവിക്കുമോ? പലപ്പോഴും വിട്ടുവീഴ്ചകൾ ചേർന്നത് വിവാഹ ജീവിതം എന്ന് പറയുന്നത്. മനോഹരമായിട്ടുള്ള ഇത്തരത്തിലുള്ള സ്നേഹ നിമിഷങ്ങളും അതോടൊപ്പം ഇണപിരിയാത്ത ബന്ധങ്ങളും വിട്ടുവീഴ്ചകളും കൊണ്ട് മുന്നോട്ട് പോകുന്നത് മാത്രമാണ് ഒരു കുടുംബ ജീവിതം. എല്ലാ കുടുംബങ്ങളുടെ അറിവിലേക്ക് ഒന്ന് ഷെയർ ചെയ്യൂ.